സർ, സയൻസ് പാർക്ക്. സംസ്ഥാനത്ത് സയൻസ് പാർക്കുകൾ സ്ഥാപിക്കുന്നത് 22-23 ബജറ്റിലെ ഒരു പ്രധാന പ്രഖ്യാപനമായിരുന്നു. കേരളത്തിൻ്റെ വിജ്ഞാന സമ്പദ്ഘടനയ്ക്ക് മുതൽക്കൂട്ടായി സർവകലാശാലകൾക്കും വ്യവസായ സ്ഥാപനങ്ങൾക്കും സഹകരിച്ച് പ്രവർത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സയൻസ് പാർക്കുകൾ വിഭാവനം ചെയ്തിരുന്നത്. കണ്ണൂർ, കൊച്ചി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ ഉള്ള സയൻസ് പാർക്കുകളുടെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. കണ്ണൂരിൽ വിമാനത്താവളത്തിന് സമീപം 25 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരണ ഘട്ടത്തിലാണ്. തിരുവനന്തപുരത്തും കൊച്ചിയിലും ഭൂമി കണ്ടെത്താനുള്ള ശ്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ്. സർ, ഡിജിറ്റൽ സയൻസ് പാർക്കിൻ്റെ സ്ഥിരം ക്യാമ്പസിൻ്റെ വികസനത്തിനായി 212 കോടി രൂപ വകയിരുത്തുന്നു. GPU ക്ലസ്റ്ററുകൾ. സർ, 850 കോടി രൂപ ചെലവിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഓപ്പൺ AI GPT-4 മോഡലിനെ വെല്ലുവിളിച്ചുകൊണ്ട് 50 കോടി രൂപ ചെലവിൽ ഡീപ്സീക്ക് എന്ന ഒരു ചെറിയ ചൈനീസ് കമ്പനി വികസിപ്പിച്ചെടുത്ത AI മോഡൽ സംബന്ധിച്ച വാർത്തകൾ നാം എല്ലാവരും വായിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI, AVGC മേഖലകളിൽ കേരളത്തെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റുന്നതിനായി തിരുവനന്തപുരത്ത് ഒരു ലോകോത്തര GPU ക്ലസ്റ്റർ സ്ഥാപിക്കും. സംസ്ഥാനത്ത് ഈ മേഖലയിൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കാനും ഇത് ഉപകരിക്കും. ഇതിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായിട്ട് 10 കോടി രൂപ അനുവദിക്കുന്നു. സർ, ഏജൻറ്റിക് ഹാക്കത്തോൺ. വിവിധ മേഖലകളിൽ നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം സാധ്യമാക്കുന്ന സാങ്കേതികവിദ്യ ഏജൻറ്റിക് AI വികസിപ്പിക്കുന്നതിന് ദേശീയ തലത്തിൽ ഒരു ഏജൻറ്റിക് ഹാക്കത്തോൺ സംഘടിപ്പിക്കും. തിരഞ്ഞെടുക്കപ്പെട്ട മികച്ച 5 ഏജൻറ്റുകൾ നിർമ്മിക്കാൻ 20 ലക്ഷം രൂപ വീതം സഹായം നൽകുന്നതിനായി സ്റ്റാർട്ടപ്പ് മിഷന് 1 കോടി രൂപ അനുവദിക്കുന്നു. ഫ്രീഡം സ്ക്വയർ. സർ, വിവിധ കോളേജുകളിൽ പ്രവർത്തിക്കുന്ന ഇന്നൊവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് സെൻ്ററുകളെ ജില്ലാതലത്തിൽ കോർത്തിണക്കി ഇൻ്റർ ഡിസിപ്ലിനറി സഹകരണം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ആവിഷ്കരിക്കുന്ന പുതുതലമുറ പരീക്ഷണ തൊഴിൽശാലകളാണ് ഫ്രീഡം സ്ക്വയർ. ഈ പദ്ധതി എല്ലാ ജില്ലകളിലും നടപ്പിലാക്കുന്നതിന് 2 കോടി രൂപ വകയിരുത്തുന്നു. ചെറുപട്ടണത്തിലെ സംരംഭകർ. സർ, സുൽത്താൻ ബത്തേരിയിലെ ഓൺയൂ, ചേർത്തലയിൽ പ്രവർത്തിക്കുന്ന ടെക്ജൻഷ്യ, അരീക്കോട് നിന്നുള്ള ഇൻ്റർവെൽ, ചാലക്കുടിയിലെ ജോബൻ ആൻഡ് ജിസ്മി തുടങ്ങി കേരളത്തിലെ ഗ്രാമീണ മേഖലകളിലും ചെറുപട്ടണങ്ങളിലും വിജയകരമായി പ്രവർത്തിക്കുന്ന IT കമ്പനികൾ കേരളത്തിൽ നിരവധിയുണ്ട്. സർ, അതോടൊപ്പം മെഡിക്കൽ ഉപകരണങ്ങളും മൂല്യവർദ്ധിത ഭക്ഷ്യോൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സംരംഭകരുടെ എണ്ണവും വർദ്ധിക്കുന്നു. പാലക്കാട്ടെ ജയോൺ ഇംപ്ലാന്റ്സ്, KV സർജിക്കൽസ്, മാങ്ങാട്ടുപറമ്പിലെ പാപ്പുവാൻ ഗ്ലോബൽ, മാവേലിക്കരയിലെ ബിയോണ്ട് സ്നാക്സ് ഇവയെല്ലാം കേരളത്തിലെ നവസംരംഭകരുടെ നേർക്കാഴ്ചയാണ്. ഇതുപോലെ എടുത്തു പറയാവുന്ന നിരവധി സംരംഭകർ കേരളത്തിലുണ്ട്. സർ, പ്രശസ്ത IT കമ്പനിയായ സോഹോ കോർപ്പറേഷൻ കൊട്ടാരക്കരയിൽ അവരുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ആരംഭിച്ചു. 250 പേർക്ക് തൊഴിലെടുക്കാവുന്ന അവരുടെ IT പാർക്ക് 2025 ഏപ്രിൽ മാസത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. സർ, കേരളത്തിലെ ചെറുപട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും IT അനുബന്ധ വ്യവസായങ്ങൾ വിജയകരമായി നടന്നു വരുന്നു എന്നത് അഭിമാനകരമായ കാര്യമാണ്. എക്സ്പാൻഡ് യുവർ ഓഫീസ്, EO. സർ, സ്വന്തമായി ഭൂമി കൈവശമുള്ളതും 100-ൽ കൂടുതൽ പേർക്ക് തൊഴിലവസരം നൽകാൻ കഴിയുന്നതും ചുരുങ്ങിയത് 3 വർഷമെങ്കിലും വിജയകരമായി പ്രവർത്തിച്ചു വരുന്നതുമായ ഒരു സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ MSME സ്ഥാപകന് സ്വന്തം ഭൂമിയിൽ കോവർക്കിംഗ് സ്പേസുകൾ നിർമ്മിക്കാൻ സർക്കാർ 10 കോടി രൂപ വരെ 5% പലിശയിൽ വായ്പ നൽകും. ഇങ്ങനെ സ്ഥാപിക്കുന്ന കോവർക്കിംഗ് സ്പേസുകളുടെ 90%വും 2 വർഷങ്ങൾക്കുള്ളിൽ ഉപയോഗിച്ചു തുടങ്ങുകയും ആനുപാതികമായ തൊഴിലുകൾ സൃഷ്ടിക്കുകയും ചെയ്താൽ പലിശയുടെ ഒരു ഭാഗം കൂടി ഇളവ് ചെയ്തു കൊടുക്കും. ഈ പദ്ധതിയുടെ പലിശ ഇളവിനായി ഈ വർഷം KFCക്ക് 10 കോടി രൂപ വകയിരുത്തുന്നു. മുനിസിപ്പൽ ബോണ്ടുകൾ. സർ, നഗരതദ്ദേശ സ്ഥാപനങ്ങളുടെ കൂട്ടായ്മകൾക്കും മുനിസിപ്പൽ ബോണ്ടുകൾ, ഗ്രീൻ ബോണ്ടുകൾ, പൂൾഡ് മുനിസിപ്പൽ ബോണ്ടുകൾ എന്നിവയുടെ 1000 കോടി രൂപയുടെ ഫണ്ട് സ്വരൂപിക്കുന്നതിന് പദ്ധതി തയ്യാറാക്കും. IT പാർക്കുകൾ, വാണിജ്യ സമുച്ചയങ്ങൾ, റോഡ് നിർമ്മാണം, മാലിന്യ സംസ്കരണം, ജലവിതരണം തുടങ്ങി ഉള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ ഇത്തരം ഫണ്ടുകൾ ഉപയോഗിച്ച് സാധിക്കും. കൊച്ചി സുസ്ഥിര നഗരഭൂമി പുനഃക്രമീകരണ പദ്ധതി. സർ, കൊച്ചിയിലെ നഗരപ്രദേശങ്ങളെ ആസൂത്രിതവും സജീവവും ഊർജ്ജസ്വലവുമായ പ്രദേശങ്ങളാക്കി മാറ്റുന്നതിനുള്ള ഭൂമി പുനഃക്രമീകരണമാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ദ്വീപുകൾ ഒഴികെ ഏകദേശം 210 ഹെക്ടർ ഭൂമിയിൽ സ്വകാര്യ പങ്കാളിത്തത്തോടെ ഈ പദ്ധതി നടപ്പിലാക്കും. കേരളത്തിലെ മറ്റു നഗരപ്രദേശങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും. കൊച്ചി സുസ്ഥിര നഗരഭൂമി പുനഃക്രമീകരണ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 10 കോടി രൂപ വകയിരുത്തുന്നു. സർ, സഹകരണ ഭവന പദ്ധതി. സർ, സംസ്ഥാനത്തെ ഭവന നിർമ്മാണ മേഖലയ്ക്ക് ഉത്തേജനം നൽകുന്നതിനായി വളരെ വിപുലമായ ഒരു സഹകരണ പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. സർ, നഗര ഗ്രാമപ്രദേശങ്ങളിൽ ഇടത്തരം വരുമാനക്കാർക്ക് താങ്ങാനാവുന്ന ചെലവിൽ റെസിഡൻഷ്യൽ കോംപ്ലക്സുകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ നമ്മുടെ നഗരങ്ങളിൽ 1 ലക്ഷം ഭവനങ്ങളെങ്കിലും നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് ഈ പദ്ധതി. വലിയ തോതിൽ സർക്കാർ ജീവനക്കാർക്കും ഈ പദ്ധതി സഹായകരമാവും. ഡൽഹി, മുംബൈ, കൊൽക്കത്ത തുടങ്ങിയ നഗരങ്ങളിൽ വിജയകരമായി നടപ്പാക്കിയിട്ടുള്ള ഭവന പദ്ധതിയുടെ മാതൃകയിൽ ബഹുനില അപ്പാർട്ട്മെൻറ്റുകളും സമുച്ചയങ്ങളും കുറഞ്ഞത് 20 ഭവനങ്ങളുള്ള റെസിഡൻഷ്യൽ ക്ലസ്റ്ററുകളും നിർമ്മിക്കും. സർ, പാർപ്പിട സമുച്ചയങ്ങളുടെ നിർമ്മാണത്തിലും വികസനത്തിലും ഉപഭോക്താക്കളുടെ സഹകരണ സൊസൈറ്റിക്ക് ഒരു ഡെവലപ്പറുടെ ചുമതലയാണ് ഉണ്ടാവുക. തദ്ദേശ സ്വയംഭരണ ഹൗസിംഗ് സഹകരണ വകുപ്പുകൾ സഹകരിച്ച് വിശദമായ പദ്ധതി രൂപീകരിക്കും. പദ്ധതിയുടെ ഭാഗമായി ഭവന വായ്പകൾക്ക് പലിശ ഇളവ് നൽകുന്നതിന് ഈ വർഷം 20 കോടി രൂപ വകയിരുത്തുന്നു. വയോജന സൗഹൃദ കേരളം. സർ, ജനസംഖ്യാ പരിണാമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആമുഖത്തിൽ പറയുകയുണ്ടായി.
വയോജനങ്ങളുടെ സുരക്ഷയും ആരോഗ്യവും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. എല്ലാ വയോജനങ്ങൾക്കും പാലിയേറ്റ് കെയറിനും മരുന്നിനും ഭക്ഷണത്തിനും ചികിത്സയ്ക്കും പരിചരണത്തിനും അവകാശമുണ്ട്. ഈ അവകാശങ്ങളെല്ലാം ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യം, സാമൂഹ്യക്ഷേമം, തദ്ദേശ സംവരണം തുടങ്ങിയ വകുപ്പുകളുടെ ബന്ധപ്പെട്ട സ്കീമുകൾ ഒരു പ്രാദേശിക തലത്തിൽ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്ര പരിപാടിക്ക് ഈ ബജറ്റിലൂടെ രൂപം നൽകുകയാണ്. സർ, സർക്കാർ അംഗീകൃത ഡിജിറ്റൽ ഗ്രിഡിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ കിടപ്പ് രോഗികൾക്കും മേൽപ്പറഞ്ഞവയെല്ലാം ഉറപ്പു നൽകുന്നു. പാലിയേറ്റീവ് സംഘടനകളെ പ്രാദേശിക തലത്തിൽ ഏകോപിപ്പിച്ചുകൊണ്ടാവും പദ്ധതി നടപ്പാക്കുന്നത്. സൗജന്യമായി നൽകുന്ന സേവനങ്ങൾക്ക് പുറമെ സ്ഥിരം കെയർ ഗിവർ, ഡയറ്റ് ഭക്ഷണം, AI സർവൈലൻസ് തുടങ്ങിയ എന്നിവ ഫീസ് ഈടാക്കിയും ലഭ്യമാക്കും. കിടപ്പ് രോഗികളല്ലാത്ത വയോജനങ്ങൾക്ക് ആരോഗ്യകരമായ പ്രായമാകൽ പദ്ധതി ഹെൽത്തി ഏജിംഗ് നടപ്പിലാക്കും. നിലവിലുള്ള വിവിധങ്ങളായ സ്കീമുകളുടെ സംയോജനത്തിലൂടെയാണ് പണം കണ്ടെത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ മേഖലയിൽ നന്നായി ഇടപെടാൻ കഴിയും. പദ്ധതിയുടെ അധിക ധനസമാഹരണത്തിനായി 50 കോടി രൂപ ഈ വർഷം വകയിരുത്തുന്നു. വാർദ്ധക്യകാലത്തെ സജീവമാക്കുന്നതിനായി സംസ്ഥാനത്ത് നിലവിലുള്ള പാർക്കുകളിൽ മുതിർന്ന പൗരന്മാർക്കായി ഓപ്പൺ എയർ വ്യായാമ യന്ത്രങ്ങൾ കൂടി സജ്ജീകരിച്ച് മൾട്ടി ജനറേഷൻ പാർക്കുകളായി മാറ്റും. ഇതിനായി 5 കോടി രൂപ മാറ്റിവെക്കുന്നു. സർ, ന്യൂ ഇന്നിങ്സ്. സർ, മുതിർന്ന പൗരജനങ്ങളുടെ സാമ്പത്തിക ശേഷിയും അനുഭവ പരിചയവും ഉപയോഗപ്പെടുത്തി പുതുസംരംഭങ്ങൾ, വ്യവസായങ്ങൾ എന്നിവ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ്. ലോകത്തെ പ്രമുഖരായ ചില വ്യവസായികൾ വ്യവസായ വാണിജ്യ രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത് മുതിർന്ന പൗരന്മാരായതിനു ശേഷമാണ്. മുതിർന്ന പൗരന്മാരെ സാമ്പത്തിക പ്രക്രിയയുടെ ഭാഗമാക്കാനും സാമൂഹികമായി സജീവമാക്കാനും ഈ പദ്ധതി സഹായിക്കും. പദ്ധതിയുടെ നടത്തിപ്പിനായി ഈ വർഷം 5 കോടി രൂപ വകയിരുത്തുന്നു.